സാർ, ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇസ്രയേലിൻ്റെ ആകാശം ശത്രുക്കളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നത് അയൺ ഡോം എന്ന് പറയുന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന യുദ്ധകാലത്തുമൊക്കെ അയൺ ഡോമിൻ്റെ മികവ് കണ്ടതാണ്. ചില മിസൈലുകളൊക്കെ വന്ന് വീണെങ്കിലും ഏതാണ്ട് 98% ആക്രമണത്തെയും ചെറുക്കാൻ അയൺ ഡോമിന് കഴിഞ്ഞു. ആ അയൺ ഡോം ഇന്ത്യക്ക് തരുമെന്ന് നാളെ മോദി നെതന്യാഹുവിനെ കാണാൻ ഇസ്രയേലിലെത്തുവാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഇന്ത്യയിലെ കോൺസൽ ജനറലായ യാനിവ് റിവാച്ച് ഇന്ന് ബോംബെ പറഞ്ഞിരിക്കുന്നു, മോദിയും നെതന്യാഹുവും കൂടെ കരാർ ഒപ്പിടും, അയൺ ഡോം ഇന്ത്യക്ക് തരും, അതിൻ്റെ ടെക്നോളജി ഇന്ത്യക്ക് തരും, ഇനി ഇന്ത്യ ഉണ്ടാക്കും. നമ്മുടെ സുദർശൻ മിഷൻ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അയൺ ഡോം കിട്ടുന്നത്. അതുകൂടാതെ ലേസർ ബീം, അതായത് വൈദ്യുതി ഉപയോഗിച്ച് ലേസർ കിരണങ്ങൾ ഉണ്ടാക്കി ചെറിയ റോക്കറ്റുകൾ, ചെറിയ ഡ്രോണുകൾ ഇവയെ നശിപ്പിക്കാം. ചെറിയ പൈസ മതി. ഒരു മിസൈൽ അയക്കണം കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ ലേസർ ബീം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ $2 വരത്തുള്ളൂ ഒരു ഡ്രോണിനെ തകർക്കാൻ. അത് വൈദ്യുതി ഉള്ളത്രയും കാലം ലേസർ ഉപയോഗിക്കാം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, അത് BVRAAM എന്നാണ്, BVRAAM എന്നാണ്. വേണം റാം ചേർത്ത് പറയാം. അത് സ്കൈ സ്റ്റിങ് നമുക്ക് തരും. ഗോൾഡൻ ഹൊറൈസൺ എന്ന് പറയുന്ന നമ്മുടെ SUMK, നമ്മുടെ സുഖോയ് വിമാനങ്ങൾ ഘടിപ്പിക്കാവുന്ന മിസൈൽ തരും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നിയത് അയൺ ഡോം ഇന്ത്യക്ക് തരുന്നു, അമേരിക്കയ്ക്ക് പോലും ഇസ്രയേൽ കൊടുത്തിട്ടില്ലാത്ത ഒരു സാങ്കേതിക വിദ്യയാണെന്ന് പറയുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നമുക്ക് ഭാരതീയർക്ക് ഇസ്രയേലിലേക്ക് എത്തുന്ന മോദിയുടെ ആ സന്ദർശനത്തെ കാണാൻ കഴിയുന്നത്. എന്ത് തോന്നുന്നു? ഇസ്രയേൽ ഇങ്ങനെയൊക്കെ തരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുരുക്കുണ്ടാവുമോ? ഇല്ല സുനിൽ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നതിൻ്റെ വാർത്തയാണ് ഇസ്രായേൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ ആണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു പത്രസമ്മേളനം വിളിച്ചു. 1 മണിക്കൂർ നടന്ന പത്രസമ്മേളനം അദ്ദേഹം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ച് പ്രധാനമായിട്ട് സംസാരിച്ചത്. അത്ര പ്രാധാന്യത്തോടെ കാണുന്നു അല്ലേ? അതെ. അത് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിനും പിന്നെ നരേന്ദ്രമോദിക്കും ഇടയിൽ ഒരു പേഴ്സണൽ ഇക്വേഷൻ ഉണ്ട്. അവർ വളരെ ദീർഘകാലമായിട്ട് സുഹൃത്തുക്കളാണ്. നെതന്യാഹു പറഞ്ഞല്ലോ, മൈ പേഴ്സണൽ ഫ്രണ്ട് എന്നാ പറഞ്ഞു. യെസ്, അതെ. അപ്പോൾ ഇദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാം അത്രമാത്രം സൗഹാർദ്ദമാണ് അവർ തമ്മിലുള്ള, അത്രമാത്രം സൗഹൃദമാണ്. ഈവൻ ഒരു പക്ഷേ ട്രംപിനോട് കിട്ടാത്ത സ്വീകരണമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതാണ്. അവർക്കൊരു, നമുക്കറിയാമല്ലോ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ഹോം എവേ ഫ്രം ഹോം എന്നുള്ളതാണ്. ഓരോ കാര്യത്തിൽ ഇന്ത്യയോട് കാണിക്കുന്ന സ്നേഹം, ഇന്ത്യയോട് കാണിക്കുന്ന റെക്കഗ്നിഷൻ, ഇന്ത്യയോട് കാണിക്കുന്ന ആദരവ് അത് എടുത്തു പറയേണ്ടതാണ്. അപ്പം നമ്മുടെ ഇടുക്കിയിലെ ഒരു വനിത നഴ്സായിട്ട്, ഹോം നഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, സൗമ്യ. അവർ മിസൈൽ ആക്രമണത്തിൽ അവരുടെ മൃതശരീരം ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ഇസ്രായേലിൻ്റെ അംബാസഡർ അല്ല, മറ്റേ ബോംബെയിലും ബാംഗ്ലൂരിലുള്ള കോൺസൽ ജനറൽസും ഉദ്യോഗസ്ഥന്മാരുമാണ് അവരുടെ മൃതശരീരത്തെ അക്കമ്പനി ചെയ്തിരുന്നത്. നമ്മുടെ മന്ത്രിമാരൊരാളും പോയിട്ടില്ല. ആരും പോയില്ല. ഇത് വളരെ മോശം ഇതാണ്. അവർ മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഭീകരാക്രമണം നിന്ന് അതിൽ കൊല്ലപ്പെട്ട സൗമ്യ എന്നെഴുതിയ ആ പോസ്റ്റ് തിരുത്തി ഹമാസിനെ പേടിച്ചിട്ടല്ല, ഇവിടുത്തെ ഹമാസുകാരെ, ഇന്ത്യൻ മറ്റേ മലബാർ ഹമാസിനെ പേടിച്ചിട്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു പേഴ്സണൽ ഇക്വേഷൻ ഉണ്ട്. അവരെന്ത് വേണമെങ്കിലും ഇന്ത്യക്ക് നൽകും എന്നുള്ളത് ഒരു ഇതാണ്. പിന്നെ ചിലത് അവർ സാങ്കേതിക വികസനം നടത്തിയിട്ടുള്ളത് അമേരിക്കയുടെയൊക്കെ സഹകരണത്തോടെയാണ്. അപ്പോൾ ആ അഗ്രിമെൻറ്റിൽ അവർക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ചില അസാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഇതുവരെ കിട്ടാതിരുന്നത്. പക്ഷെ അവരുടെ ഓൺ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, യുദ്ധത്തിന് മാത്രമല്ല, മറ്റേ കാർഷിക ആവശ്യങ്ങൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, അതുപോലെ അവരുടെ ഗ്രീൻ ഷെഡ്, അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്, അത് മുഴുവനും അവർ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. കിബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാങ്കേതിക സംവിധാനമുണ്ട്. അതായത് ഇസ്രായേലിലെ മരുഭൂമികൾ
എങ്ങനെയാണ് അവർ എറ്റേണൽ ഗ്രീൻ ഗാർഡൻസ് ആക്കിയതെന്നുള്ള സാങ്കേതിക വിദ്യ. ഇതിപ്പോൾ രാജസ്ഥാനിലും ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാട്ടിൽ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്, മധ്യപ്രദേശിലൊക്കെ അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്. ദെൻ ഈ എന്താ ഇന്ത്യ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പലതും ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇന്ത്യക്കെതിരെ ഡ്രോൺ അറ്റാക്ക് കുറച്ച് ദിവസമായി കൂടിയിട്ടുണ്ട്. സുനിൽ അറിഞ്ഞില്ലേ, മറ്റേ ബോർഡറിലൊക്കെ ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവർ ട്രയൽ റൺ പോലെ നടന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയണേ അയൺ ഡോം സംവിധാനത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അവർ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും എന്താ പറയുക, അവർ സാങ്കേതികവിദ്യ കൈമാറി, ഇരു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ അത് കൈമാറും. അവർ പറയുന്നത് എപ്പോഴും ഞങ്ങളുടെ ഹോം എവേ ഫ്രം ഹോം എന്നാണ്. ഞാനൊരിക്കൽ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് നരസിംഹൻ എന്ന് പറഞ്ഞിട്ടൊരു മുൻ വിദേശകാര്യ സർവീസിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ സ്ഥിരം പ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസുകാരനായിരുന്നു. അപ്പം ഇന്ത്യൻ ഫോറിൻ സർവീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്നോ മോർ മദ്രാസിൽ ഞാൻ അവിടെ വെച്ചാൽ പരിചയപ്പെട്ട അദ്ദേഹത്തെ. അപ്പോൾ ഈ ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയും, ഇസ്രായേൽ ഒരു കാര്യമുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷന് ഇസ്രായേലിലേക്ക് അയച്ചു വന്നു. അന്ന് ബെൻഗൂറിയനാണ് പ്രധാനമന്ത്രി. അപ്പോൾ ഒരു 10-15 പേര് വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 15 പേര് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരെ ഡെലിഗേഷൻ ലീഡർ പരിചയപ്പെടുത്തി കൊടുക്കുക ബെൻഗൂറിയന്. അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തി ഇന്ത്യൻ പ്രതിനിധിയുടെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, ഹീസ് ഫ്രം ഇന്ത്യ എന്ന് പറയുകയല്ല. ബെൻഗൂറിയൻ പറഞ്ഞു, നോ മോർ ഇൻട്രൊഡക്ഷൻ പ്ലീസ്, ഹീസ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. മൈ ബ്ലഡ്, മൈ ബ്രദർ, മൈ ലൈഫ്, അതായതാന്ന് പറഞ്ഞിട്ട്. കാരണം എന്നിട്ട് ഇവരോടൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ബെൻഗൂറിയൻ പറയാണ്, ലോകം മുഴുവൻ ഞങ്ങളെ ആട്ടി ഓടിച്ചപ്പോഴും ഒരേ ഒരു രാജ്യമാണ് ഞങ്ങൾക്ക് ആശ്രയം തന്നത്, അത് ഇന്ത്യയാണ്. ഞങ്ങളുടെ സ്വന്തം രാജ്യമാണ്, ഞങ്ങളുടെ ജീവനാണ് ഇന്ത്യ എന്ന്. ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ഡിപ്ലോമാറ്റിന് കിട്ടാവുന്ന ഒരു നയതന്ത്ര പ്രതിനിധി ഹൃദയം നിറഞ്ഞ സ്വാഗതം, അതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും. അത് മാത്രമോ, ഇസ്രായേലിൽ ഈ ഹമാസ് ആക്രമണത്തിന് ശേഷം അവിടെ തകർന്ന കെട്ടിടങ്ങളും അതും ഇതും മറ്റേ ഹോട്ടലുകളൊക്കെ പുനരുദ്ധരിക്കണമെങ്കിൽ 2 ലക്ഷത്തോളം വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അതിൽ 1 ലക്ഷം വർക്കേഴ്സിന് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരുത്താൻ പോകുന്നത്, കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ. അതൊരു കാരണമുണ്ട്. ഇവിടെ എന്തായാലും പേര് ബിനോയ് വിശ്വം, അയാൾ പറഞ്ഞു അവിടേക്ക് ആളെ അയക്കരുതെന്ന്. ദാറ്റ്സ് വൈ ഈസ് നോൺ ആസ് ആന്റി നാഷണൽ. ഈ ബിനോയ് വിശ്വം ഇല്ലേ, അയാൾക്ക് തലയ്ക്ക് ഒട്ട. അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? സുനിൽ പറയുമോ? ഏത് ശത്രുവിനാണെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടുന്ന കാര്യം. 1 ലക്ഷം ഇന്ത്യക്കാരെ കൊണ്ടുപോയി മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും UP നിന്നും ഒക്കെ ആയിട്ട് പോയി. ഇവിടെ പോകാൻ പറ്റില്ല. ഒരു CPI കാരൻ ഏതെങ്കിലും കമ്പനി തുടങ്ങിയിട്ടുണ്ട്, അവന് പറ്റുമോ? ബിനോയ് വിശ്വത്തിന് പറ്റുമോ? ഈ പറഞ്ഞ് കുനിഷ്ടുണ്ടാക്കി നടക്കാനല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അയാൾക്ക്? സ്റ്റുപ്പിഡ് ഫെല്ലോ, മനുഷ്യരെ വെറുപ്പിക്കുന്ന രീതിയാണ്. 1 ലക്ഷം പേർക്ക്, അതും വൻ ശമ്പളമാണ് അവർ കൊടുക്കണ മുഴുവൻ, അവരുടെ സുരക്ഷിതത്വമാണ് ഓഫർ ചെയ്യണ മുഴുവനും. അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് നമ്മൾ? അപ്പോൾ ഇന്ത്യ ഇന്നും ഇസ്രായേലിനെ എന്താ പറയണ, ഇപ്പം ഇവർ വന്നു കഴിഞ്ഞ പിന്നെ അടൽ ബിഹാരി വാജ്പേയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഏരിയൽ ഷാരോൺ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇസ്രായേലി പ്രധാനമന്ത്രി ഇവിടെ വരുന്നത്. അത് ഇവിടുത്തെ CPM കാരും CPI കാരും കൂടി അവിടെ പ്രകടനം നടത്തി അദ്ദേഹത്തിന് എതിരായിട്ട്. ദെൻ ഇദ്ദേഹം വന്നിരുന്നുണ്ട് അല്ലേ, നമ്മുടെ BB വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഹി വാസ് സോ ഹാപ്പി, ഹി വാസ് സോ ഇംപ്രസ്ഡ്. അവർ നോക്കിക്കോളൂ, അവർ ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള സഹകരണം വൻതോതിൽ വികസിക്കും, ഇനിയും വികസിക്കും, സോ ലോങ് എസ് BJP ആൻഡ് സോ ലോങ് എസ് ദിസ് നരേന്ദ്രമോദി ഇസ് ദർ. കാരണം അവരൊരു പേഴ്സണൽ ഇക്വേഷൻ ഉണ്ട്. ഈ മതത്തിനോട് ഹിന്ദുക്കൾക്കുള്ള സ്നേഹം എന്താണെന്നറിയാമോ? അവരാരെയും മതപരിവർത്തനം നടത്തൂല. ഈ മറ്റേ കത്തോലിക്ക സഭയും ഇവർ നോക്കി നടത്തുന്ന കിട്ടണവനെ പിടിച്ചുമ്പോൾ വർഗീസും മത്തായി ആക്കാനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അവർ ശ്രമിക്കില്ല. കാരണം മതപരിവർത്തനം നടത്താൻ പറ്റൂല ജൂത മതത്തിലേക്ക്. യു ഹാവ് ടു ബി ബോൺ ആസ് എ ജൂ. അതെ, രക്ഷിതാക്കള്, യഹൂദ രക്ഷിതാക്കളുടെ മകനോ മകളോ ആയിട്ട് വേണം നമ്മൾ ജനിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ജൂതനായിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ മണിപ്പൂരിൽ
കുറെ ഇവരുടെ നഷ്ടപ്പെട്ടു പോയ ഒരു ഗോത്രത്തിൽപ്പെട്ടവർ. അവര് അവിടെ വന്നിട്ട് ജനറ്റിക് ആയിട്ട് DNA പരിശോധനയൊക്കെ നടത്തി 100% ഉറപ്പാണെങ്കിൽ മാത്രമേ അവരെ കൊണ്ടുപോകണുള്ളൂ. അവിടേക്ക് ഒരു വലിയ ഓപ്പറേഷൻസ് മിഷൻ നടക്കുന്നുണ്ട് അവരുടെ ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ പക്ഷെ അവർ നമ്മുടെ ഞാനൊരിക്കൽ പറഞ്ഞില്ലേ 1971 കിഴക്കൻ മേഖലയിലെ കമാൻഡർ JFR ജേക്കബ്, ലഫ്റ്റനന്റ് ജനറൽ JFR ജേക്കബ് ജൂതനായിരുന്നു. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ അന്ന്? വലിയ സന്തോഷമല്ലായിരുന്നു. അദ്ദേഹമാണ് സ്ട്രാറ്റജി അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ പട്ടാളം മുമ്പോട്ട് പോയത്. പിന്നെ BJP അധികാരത്തിൽ വന്നപ്പോൾ ഹി വാസ് മെയ്ഡ് ഗവർണർ, ഗോവയിലെ ഗവർണറാക്കി. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചാബിലെ ഗവർണർ. ജൂതനെ അംഗീകരിച്ചത് BJP വന്നപ്പോഴാണ്. അത്രേ ഉള്ളൂ. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ല, തിരിച്ചു അങ്ങനെയാണല്ലോ സാർ. മോദി ഇപ്പോൾ ഇസ്രയേലിൽ ചെന്നു. സാധാരണ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇസ്രയേലിൽ ചെന്നാൽ ഉടനെ പോയി പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുക. മോദി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇസ്രയേലിൽ പോയി തിരിച്ചു വന്നു. പലസ്തീൻ അനുകൂല നിലപാടിൽ കുറച്ചൊക്കെ വെള്ളം ചേർത്ത്, അങ്ങനെയല്ല, കൂടുതലും ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയാണെന്ന് തെളിയിച്ച പ്രധാനമന്ത്രിയാണ് മോദി. നമ്മൾ അവർക്ക് പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ആയുധം കൊടുത്തു. തീർച്ചയായിട്ടും. അവിടുന്ന് അൽ ജസീറ കാണിച്ച ഒരു വീഡിയോ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ അവരൊരു ഷെല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് അൽ ജസീറ കഴിച്ചപ്പോൾ അതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഹമാസിൻ്റെ തലയിൽ വീണ മ്യൂസിയത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ സാധാരണ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് കരാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള വ്യാപാര കരാർ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടില്ല. ഇപ്പം ഈ താരിഫിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് ഇനിയിപ്പോൾ കരാറിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും അമേരിക്കയായിട്ട് കരാർ ഒപ്പിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെണി ഉണ്ടാകുമോ എന്നൊരു സംശയം വരും. ഇസ്രയേലുമായിട്ട് പക്ഷേ അങ്ങനെ ഒരു കരാർ ഇടുമ്പം അത്തരം ആശങ്കകൾക്ക് ഇടയില്ല എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് നമ്മളോട് വലിയ ആദരവാണ്, നമ്മളോട് നല്ല സ്നേഹമാണ്. നമ്മളെ അവർ എന്താ പറയുക, വലയ്ക്കില്ല. അവർ വളരെ ഓപ്പണാണ്. കാരണം ഇന്ത്യയിൽ പലയിടത്തും ജൂയിഷ് ക്യാമ്പുകളുണ്ട്. ഈ റാബിസിൽ, ഇസ്രായേലിലെ റബ്ബിമാരില്ലേ, അവർ പലരും ഇവിടെ വന്ന് താമസിക്കുന്നത് ചബാഡ് ഹോംസ് എന്ന് പറയും. ബോംബെയിൽ ആ ഭീകരാക്രമണം നടത്തി. അവിടെ കുറെ ഒരു ഫാമിലി, മോദി അവിടെ ചെന്നിട്ട് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പേരൻസിന്റെ കുട്ടിയെ കാണാൻ പോയി അല്ലേ? അത് വലിയ വാർത്തയായിരുന്നു. ആ കുട്ടിക്ക് ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന്. അത് ഇസ്രായേലികളുടെ മനസ്സിനെ വല്ലാതെ, ജൂതന്മാരുടെ ഹൃദയത്തെ തൊട്ടൊരു നീക്കമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ തന്നെ ജൂതന്മാർ എത്രമാത്രം എന്താണ് സംഭാവനകൾ നൽകിയിട്ടുണ്ട് സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത്. കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന എസ് കോഡർ ആൻഡ് കമ്പനി എറണാകുളത്തും തിരുവനന്തപുരത്തും ഉള്ളത്. പിന്നെ അവരുടെ വിദ്യാഭ്യാസ വിദഗ്ധരുണ്ടായിരുന്നല്ലോ, ഹെലിഗോ എന്നൊക്കെ പറഞ്ഞിട്ട്, അവർ കോളേജ് പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു ഹെലിഗോ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ പല കൊച്ചിയിൽ, സുനിലിനെ അറിയാം, കൊച്ചിയിൽ ആദ്യത്തെ വൈദ്യുതി വിതരണ കമ്പനി കോഡറുടെ ആണ്. അതെ അതെ, എന്നോട് ഇവിടുത്തെ പഴയ ചെന്ന ഇവിടുത്തെ മുതിർന്ന എറണാകുളത്തെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കോഡറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ചാർജൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കരുത്. ഓ മൈ ഗാഡ്. ഞാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് ഇതിൽ കൂടുതലൊക്കെ ആൾക്കാർക്ക് എന്താ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അവർ എന്താ, നമുക്ക് ജൂതന്മാരെ കണ്ണടച്ച് വിശ്വസിക്കാം. അവർ നമ്മളെ ഉപദ്രവിക്കില്ല, ചതിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഈ പറഞ്ഞ പോലെ കണ്ടക്ടർക്ക് കൊട്ടേഷൻ എടുക്കുന്ന പരിപാടിയായി ഇവാഞ്ചലിസ്റ്റുകളും ഇതൊക്കെ കാണിക്കണം, നിയമം ഇൻ്റർപ്രറ്റ് ചെയ്യണം. അവന്മാർ എന്താ മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ഇന്ത്യ എന്നുള്ള ഇത് പരത്തണം. അത് ഈ മറ്റേ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നൊക്കെ ഉള്ള കുറേ അച്ചായന്മാർ അമേരിക്ക പോയിട്ട് വേണ്ടാത്ത പറഞ്ഞു വരുത്തുന്നുണ്ട് നമ്മളെ കുറിച്ചിട്ട്. അവരാണ് ഇന്ത്യയുടെ കേൾക്കണ്ട, നെതന്യാഹു അത് കേൾക്കണ്ട. ഏതായാലും ഈ വിശുദ്ധ നാടെന്ന് പറയുന്നത് ഇസ്രയേലിലാണ്. തീർച്ചയായിട്ടും. ആ ഇസ്രയേലിൻ്റെ ജനത, ഇസ്രയേലിൻ്റെ പരമാധികാരിയായ നെതന്യാഹു മോദിയെ നാളെ ഹൃദയപൂർവ്വം ഇരു കൈകളും ചേർത്ത് സ്വീകരിക്കുകയാണ്. നമുക്ക് അഭിമാനിക്കാം. ഷുവർ. വേറൊരു കാര്യം കൂടിയുണ്ട് സുനിൽ, ഞാൻ പറയാൻ വിട്ടുപോയത്. ഈ ഡീസലൈനേഷൻ ടെക്നോളജി ഉണ്ട്, കടൽ വെള്ളം ശുദ്ധീകരിച്ച് വെള്ളം എടുക്കുക. അതിൽ വേൾഡ് ലീഡേഴ്സാണ് ഇസ്രായേൽ. അതായത് അവർക്ക് 1 മില്ലിമീറ്റർ മഴയും കാണാൻ ഒരു വർഷം കിട്ടുന്നത്. അത് മരുഭൂമിയിൽ മഴ പെയ്ത് അവിടെ പിടിച്ചു നിൽക്കാനാണ്. അപ്പോൾ അവരത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീസലൈനേഷൻ റിസർച്ച് ചെയ്ത് വളരെ കുറഞ്ഞ ചിലവിൽ ഡീസലൈനേഷൻ പ്ലാന്റുകൾ ഉണ്ടാക്കിയത്. ആ ഡീസലൈനേഷൻ ടെക്നോളജിയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജലക്ഷാമം ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ ഈ പമ്പയിലേക്കും മീനച്ചിലാറിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്യാൻ വേണം കടലിൽ നിന്ന് ഡീസലൈനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പലരും ഇസ്രായേലി ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡീസലൈനേഷൻ
മെത്തേഡ് വഴി വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിൽ പുതിയൊരു അധ്യായം നാളെ എഴുതും. തീർച്ചയായിട്ടും ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലണമെന്ന് പറഞ്ഞ് 1 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനം ട്രംപ് പോയപ്പോൾ നടത്തിയിട്ടില്ല. ഇല്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും, നെസറ്റിനെ അഭിസംബോധന ചെയ്യും. യെസ്. ഏതായാലും വലിയ അഭിമാനമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് കുരു പൊട്ടും, അതങ്ങ് പൊട്ടട്ടെ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആവശ്യപ്പെട്ട കുമാർ ചെല്ലപ്പൻ സാർ നമ്മുടെ ഫ്ലോറിലുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ വീണ്ടും പറയാണ്, സാറൊന്ന് നോക്കൂ സാർ, ആ ടെക്സ്റ്റുകൾ നോക്കൂ, മെസ്സേജുകൾ നോക്കൂ. ഇദ്ദേഹം ഇതുവരെ എവിടെയായിരുന്നു? ഇദ്ദേഹത്തിനെ വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിടില്ല പ്രേക്ഷകരെ, ഞാനിവിടെ പിടിച്ചിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് കുമാർ ചെല്ലപ്പൻ സാർ വന്ന് പങ്കെടുക്കുന്ന വീഡിയോകൾ നന്നായി ആളുകൾ കണ്ടില്ലെങ്കിൽ നമുക്കാണ് മോശം. അതുകൊണ്ട് ഉറപ്പായിട്ടും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.